അയ്യോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞേട്ടാ? പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തു ചെയ്യാനാ ചെമ്പകം, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. CMA ഒരു ചോദ്യമെന്ന് പറഞ്ഞ ആളോടാണ് മുഖ്യമന്ത്രിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. കഴിഞ്ഞ ദിവസം നടത്തിയ ചെറ്റത്തരം പരാമർശമെല്ലാം വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുതിയ തരത്തിലുള്ള പരാമർശം കൂടി പുറത്തു വരുന്നത്. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എന്താണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അറിയാമോ? അത് അടിസ്ഥാനപരമായ ഒരു ധാർഷ്ട്യം എന്നാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അതേപോലെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞു. അത് കേട്ടപ്പോ വിഷമം തോന്നിയോ? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അങ്ങനെ ഒരു തോന്നലുണ്ടായി കാണാം. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചേ. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ല പട്ടി എന്തോ ഇല്ല, കാരണം ഞാനൊരു അടികുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. എത്ര തവണ വേണേലും വിളിച്ചോ. കാരണം പുള്ളിയുടെ ഞാൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദി ചോദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ചോദിച്ചത്. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. അല്ല ഞാൻ ചോദിച്ചതിന് തെറ്റാണ്. അതിക്കുള്ള എന്താ ഞാൻ പറയുന്നത്? തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. ഇവിടെ ഞങ്ങൾ ബസ് ഉണ്ടായിരുന്നു, ബസ്സിനാണ് പോയത്. ഞങ്ങൾ ആ ബസ്സിന് തന്നെ തിരിച്ചു വന്നു. ബാക്കി പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു വന്നത്. തൊട്ട് ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് ഒരാളോട് പറഞ്ഞത് വലിയ വിവാദമായിരിക്കുന്നു. ഒരുപക്ഷെ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസരമാണ്. ഇതൊക്കെ ദാസ് അറിയുന്നുണ്ടോ? ഇത് ഒരിക്കലും ഞാൻ ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പാടില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആവേശം കൊണ്ടിരിക്കുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.